ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതാ വാഴയില വാട്ടുന്നത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പൊതിച്ചോറാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ആതിര വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു പൊതിച്ചോറ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആതിര കുഞ്ഞൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ പൊതിച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാണാം. പെട്ടെന്നാണ് പൊതിച്ചോറ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവൾ വരികയല്ലേ, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ എന്തായാലും കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഒരു പൊതിച്ചോറൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വീട്ടിലുണ്ടായിരുന്ന തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ട് രീതിയിലൊന്ന് തയ്യാറാക്കിയ തട്ടിക്കൂട്ട് പൊതിച്ചോറാണ് ഗൈസ് ഇത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആവി വറക്കുന്ന ചോറ് ഞാൻ ഇലയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം എന്താ നല്ല അടിപൊളി അവിയലാണ് കേട്ടോ. നല്ല കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ച് നല്ല അടിപൊളി അവിയലാണ്. അതിനുശേഷം എന്താ പയറും ക്യാരറ്റും കൂടെ വെച്ചിട്ടുള്ള ഒരു തോരനും പിന്നെ മുട്ട പൊരിച്ചതും ഉണ്ടായിരുന്നു. പിന്നെ കൊണ്ടാട്ടം മുളകില്ലാതെ എന്ത് പൊതിച്ചോറ്, അങ്ങനെ കൊണ്ടാട്ടം മുളകും ഉണ്ടായിരുന്നു. പിന്നെ ഇത് മാങ്ങാച്ചാർ അമ്മ ഇട്ടിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇത് ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറാണ്, പെട്ടെന്ന് ഇടാൻ പറ്റും. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കയറി കാണണം കേട്ടോ. പിന്നെ അതാ ചമ്മന്തി, നല്ല അടിപൊളി എരിവുള്ള ഉണ്ടമുളകൊക്കെ വെച്ചരിച്ചത് സൂപ്പർ ചമ്മന്തിയാണ് ഗൈസ്. ഇതിൽ മീൻ പൊരിച്ചതും കരിവാടും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല ഗൈസ്. മുട്ട പൊരിച്ചതും ചമ്മന്തിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പൊതിച്ചോറ് എന്തായാലും ആ പൊതി തുറക്കുമ്പോൾ നമുക്ക് ആ മുട്ടയുടെയും ചമ്മന്തിയുടെയൊക്കെ മണം വരുമ്പോൾ ആഹാ, ഒരു നൊസ്റ്റു ഫീലാണ് ഗൈസ്. അങ്ങനെ ഇന്ന് അവൾ വരാനായിട്ടുള്ള മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അമ്മ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാല ഇരുന്നാണ് അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ ചെറിയ സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, അമ്മയ്ക്കൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, പിന്നെ ഒരു കേക്ക് പറ്റുമെങ്കിൽ കേക്ക് കട്ടെ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സർപ്രൈസ്. അത് അമ്മയ്ക്ക് അറിയാമായിരിക്കും, മിക്കുള്ള പ്രാവശ്യവും ചെയ്യാറുണ്ട്. കുറച്ച് വർഷമായിട്ട് നമ്മൾ അമ്മയ്ക്ക് ചെറിയ രീതിയിലുള്ള സർപ്രൈസൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അമ്മയ്ക്ക് അറിയാമായിരിക്കും. അപ്പം അമ്മ വരുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അങ്ങനെ അവൾ ഇതാ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ വരണില്ലേന്ന് ചോദിച്ചോണ്ട് വെപ്രാളപ്പെട്ട് ഞാൻ പൊതിച്ചോറൊക്കെ സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേസ്. അപ്പോൾ അവൾ വന്നിട്ട് വേണം ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്, കാണാൻ മറക്കരുത്, എല്ലാവരും കാണുക.